കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ VC വിളിച്ച യോഗം ഇന്ന് ചേരും. പരീക്ഷാ കൺട്രോളറും സർവകലാശാല രജിസ്ട്രാറും യോഗത്തിൽ പങ്കെടുക്കും. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ തീരുമാനം വന്നേക്കും. പുനഃപരീക്ഷ സംബന്ധിച്ച കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂര്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ച് നിരവധി തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അന്ന് ഈ ഒരു വിഷയത്തെ തുടർന്ന് മന്ത്രി അടക്കം പ്രതികരിച്ചിരുന്നു. കടുത്ത നടപടി ഈ ഒരു അധ്യാപകനെതിരെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ. മറ്റെന്തൊക്കെയാണ് ഇതിൽ തീരുമാനമുണ്ടാകാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് കാളിദാസ്. ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന വിലയിരുത്തലുകളും ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം അതിൽ പ്രതികരണം നടത്തുകയും അധ്യാപകനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് അടിയന്തര യോഗം വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ പരീക്ഷാ കൺട്രോളർ, അതുപോലെ തന്നെ സർവകലാശാല രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ ഈ ഇന്ന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്ത അധ്യാപകനെതിരെ എന്ത് നടപടിയാണ് സർവകലാശാല തലത്തിൽ സ്വീകരിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022-24 ബാച്ചിലെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് കാണാതെ പോയിരിക്കുന്നത്. ഫിനാൻസ് ഉത്തരക്കടലാസുകളാണ് കാണാതെ പോയിരിക്കുന്നത്. അത് താൻ ഈ മൂല്യനിർണ്ണയം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സർവകലാശാലയിലേക്ക് ഉത്തരക്കടലാസുകളുമായിട്ട് വരുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിശദീകരണമാണ് ഈ അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ എത്തരത്തിൽ എവിടെ വെച്ചാണ് ഉത്തരക്കടലാസുകൾ നഷ്ടമായിരിക്കുന്നത് എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോഴും അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായിരിക്കുന്നത്. പെട്ടെന്നാണ് വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഒരു മെയിൽ ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം അവരെഴുതി അവസാനിപ്പിച്ച പരീക്ഷ അത് ഏപ്രിൽ 7-ാം തീയതി വീണ്ടും നടത്താൻ പോകുന്നുണ്ട്, അതിനായിട്ട് തയ്യാറെടുത്തുകൊള്ളൂ എന്ന് വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ ലഭിക്കുന്നു. പക്ഷേ എഴുതിയ പരീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള വിശദീകരണവും വിദ്യാർത്ഥികൾക്ക് സർവകലാശാല നൽകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിദ്യാർത്ഥികൾ തന്നെയും വാർത്തകളിൽ നിന്നുമാണ് എന്താണ് തങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പിഴയ്ക്ക് തങ്ങൾ വീണ്ടും പരീക്ഷ എഴുതണമോ എന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. അതിൽ മറ്റൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം കൂടി നിലനിൽക്കുന്നത്, ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളിൽ പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഉൾപ്പെടെ പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷ എഴുതാൻ നാട്ടിലേക്ക് തിരിച്ച് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മാനസികമായിട്ട് തിങ്കളാഴ്ചത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതും വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വൈവിയും പൂർത്തിയാക്കി, കോഴ്സും പൂർത്തിയായി ആ റിസൾട്ട് വരുന്നതിന് വേണ്ടി കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്തേക്കാണ് ഈ വാർത്ത എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ പരീക്ഷ പഠിച്ച് എഴുതാനുള്ള മാനസിക അവസ്ഥ തങ്ങൾക്ക് ഇല്ല. വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തി തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള വിവരവും സർവകലാശാല അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പുനഃപരീക്ഷ കാര്യത്തിലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഈ സംഭവം ചർച്ചയായ ദിവസം തന്നെ, ഈ വാർത്ത അറിയുന്ന ദിവസം തന്നെ VC കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നത് ആലോചിക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നതും പുനഃപരീക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗുരുതര വീഴ്ച സർവകലാശാലയ്ക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളുണ്ട്. അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഈ ഉത്തരക്കടലാസുകൾ നഷ്ടമായി എന്നുള്ള വിവരം നേരത്തെ തന്നെ സർവകലാശാല അറിഞ്ഞിരുന്നിട്ടും ആ വിവരം മറച്ചുവെച്ചു എന്നുള്ള ഗുരുതര ആരോപണം കൂടി സർവകലാശാലയ്ക്ക് നേരെയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതും ഇന്നിപ്പോൾ പരിശോധിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും സർവകലാശാല രജിസ്ട്രാർ ഉൾപ്പെടെ പരീക്ഷാ കൺട്രോളർ ഉൾപ്പെടെയുള്ളവർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കും.
സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മറ്റു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതിയ ഈ ഒരു വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും തീർച്ചയായും കൃത്യമായി പഠിക്കേണ്ടതാണ്. കാരണം അവർ മറ്റ് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് ശേഷം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് ശേഷം എന്തൊക്കെയാണ് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചൊരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത കൂടി അവർ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു പുനഃപരീക്ഷയെ സംബന്ധിച്ചും അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന് ബദലായിട്ടൊരു മാർഗം സ്വീകരിക്കുക എന്നുള്ളതും ഈ ഒരു വി സിയുടെ മുന്നിലും അല്ലെങ്കിൽ വി സിയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗത്തിന്റെ മുന്നിലും വലിയൊരു വെല്ലുവിളി തീർക്കുന്ന ഒരു ഘടകം കൂടിയല്ലേ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടന്ന പരീക്ഷയാണ്. അത് മെയ് 30 പ്രൊജക്ട് ഫിനാൻസ് എക്സാം നടന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മറ്റ് പരീക്ഷകളെല്ലാം പൂർത്തിയായി, ഡിസംബറിൽ വൈവയൊക്കെ പൂർത്തിയായി, കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഫലം പ്രഖ്യാപനത്തിന് വേണ്ടി, റിസൾട്ട് അറിയുന്നതിന് വേണ്ടി കാത്തിരുന്ന വിദ്യാർത്ഥികളാണ്. അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മാത്രമേ MBA പൂർത്തിയായി എന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് പല സ്ഥാപനങ്ങളിലും ജോലി തേടാൻ കഴിയുകയുള്ളൂ. നാട്ടിൽ അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ, റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ജോലി കിട്ടാത്ത അവസ്ഥയിലൂടെയാണ് പലരും കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഉൾപ്പെടെ ജോലി തേടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിദേശത്തുൾപ്പെടെ ജോലി ചെയ്യുന്നവർ ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ആ റിസൾട്ടും അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ജോലി പലർക്കും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. പലരും അന്ന് പ്രതികരണം തേടുമ്പോഴും തങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലരും ഓഡിയോ പ്രതികരണവും അതുപോലെ തന്നെ മുഖം മറച്ചുകൊണ്ടൊക്കെ പ്രതികരിക്കാനേ കഴിയൂ, അതല്ലാതെ തങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല, പല സ്ഥാപനങ്ങളിലും ജോലി തേടുന്നവരാണ് എന്നുള്ള വിഷമങ്ങളൊക്കെ തന്നെ ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വീണ്ടും അവരോട് ഈ പ്രൊജക്ട് ഫിനാൻസ് എന്ന പരീക്ഷ എഴുതണം എന്നുള്ള നിർദ്ദേശം യൂണിവേഴ്സിറ്റി നൽകുന്നത്. പക്ഷേ ആ സർവകലാശാല അത്തരത്തിലുള്ളൊരു മെയിൽ വിദ്യാർത്ഥികൾക്ക് അയക്കുമ്പോഴും എന്താണ് വീണ്ടും പരീക്ഷ നടത്തുന്നതിന് പിന്നിലെ കാരണം എന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പരാതി എന്ന് പറയുന്നത്. അതായത് പരീക്ഷ ഈ വരുന്ന ഏപ്രിൽ 7 നടത്താൻ പോകുന്നുണ്ട്, അതിന് തയ്യാറെടുത്തുകളും പരീക്ഷയ്ക്കായിട്ട് ഫീസ് ഒന്നും പ്രത്യേകിച്ച് അടയ്ക്കേണ്ട, ഈ നിർദ്ദേശം ഉൾക്കൊള്ളുന്ന മെയിലാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അവർ വാർത്തകളിൽ നിന്നും എന്താണ് തങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് സംഭവിച്ചത്, ഉത്തരക്കടലാസുകൾ എവിടെ പോയി എന്നത് സംബന്ധിച്ച് അറിയുന്നത്. ആ സമയത്താണ് വലിയ പരാതി അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്നാണ് വീഴ്ച സംഭവിച്ചത്, തങ്ങൾ എന്തിന് വീണ്ടും പരീക്ഷ എഴുതുന്നു, വിദ്യാർത്ഥികളെ വീണ്ടും എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആവറേജ് മാർക്ക് നൽകിയെങ്കിലും എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടി വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് മുമ്പിൽ വെക്കുകയാണ്. അത്തരത്തിലാണ് വൈസ് ചാൻസലർ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ഒപ്പം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന യോഗം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. പുനഃപരീക്ഷ സംബന്ധിച്ചുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത്. അതായത് ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിലുകളായിട്ട് അധ്യാപകർക്ക് ഈ ഉത്തരക്കടലാസുകൾ നൽകും. അതവർക്ക് സൗകര്യപ്രദം വീട്ടിലോ മറ്റ് സ്ഥലങ്ങളിലോ കൊണ്ടുപോയി മൂല്യനിർണ്ണയം നടത്തി തിരിച്ച് സർവകലാശാലകളിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ്. അത്തരത്തിലാണ് പാലക്കാടുള്ള അധ്യാപകന് ഈ ഉത്തരക്കടലാസുകൾ കൊടുത്തുവിടുന്നത്. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി തിരികെ അദ്ദേഹം സർവകലാശാലയിലേക്ക് ഉത്തരക്കടലാസുകൾ കൊണ്ടുവരുന്ന വഴിക്കാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ എത്തരത്തിലാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ഉത്തരക്കടലാസുകൾ പ്രത്യേകിച്ച് MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ, പ്രത്യേകിച്ച് അത് ഒരു കൂട്ടം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്, അതൊക്കെ ഇത്തരത്തിലാണോ കൈകാര്യം ചെയ്യപ്പെടേണ്ടത്, അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ അടക്കം വിലയിരുത്തുന്നത്. ഇനി അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിവരം, അതായത് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉത്തരക്കടലാസുകൾ കാണാതെ പോയി എന്നുള്ള വിവരം സർവകലാശാല അധികൃതർ നേരത്തെ അറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർ മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെയെങ്കിൽ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നിപ്പോൾ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാളിദാസ്. തീർച്ചയായും